മധുരയിൽ നിന്ന് 10-30 കിലോമീറ്റർ മുന്നോട്ട് പോയതിന് ശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാമെന്നുള്ളൊരു മനസ്സോടുകൂടി ഞാൻ തിരിച്ച് മധുരയിൽ തന്നെ വരികയുണ്ടായി. ദൂരെ കാണുന്ന ആ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒറ്റപ്പെട്ട റൂമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തത്. ആദ്യം 1500 രൂപ ചോദിച്ച റൂം പിന്നീട് 1200 രൂപയ്ക്കാണ് എടുത്തത്. രാവിലെ എഴുന്നേറ്റ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാനായി മധുരവല്ലി എന്ന ഈ ഹോട്ടലിൽ കയറി. റൂം വെക്കേറ്റ് ചെയ്ത് ഹൈവേയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞും ഓടിക്കാനുള്ള ഒരു താല്പര്യവും തോന്നി. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് തിരിക്കാമെന്ന് കരുതിയിരുന്ന ഞാൻ ചെന്നൈയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. മധുരയിൽ നിന്നും 127 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് തിരുച്ചിറപ്പള്ളി. മധുരയിൽ നിന്നും ചെന്നൈയിലേക്ക് 453 കിലോമീറ്ററും ദൂരമുണ്ട്. ഹൈവേയിലുള്ള സൈൻ ബോർഡ് നോക്കി ട്രിച്ചിയിലേക്കുള്ള ഡയറക്ഷനിൽ കുറേ ദൂരം ഓടിച്ചെങ്കിലും വഴിക്കെവിടെയോ വഴി തെറ്റിയുണ്ടായി. ട്രിച്ചിയിലേക്കുള്ള റോഡാണെന്ന് കരുതി കുറേ ദൂരം മുന്നോട്ട് ഓടിച്ചു കഴിഞ്ഞ ശേഷം ഒരു ലോറി ഡ്രൈവറിനടുത്ത് ചോദിച്ചപ്പോഴാണ് ഇത് ഡിണ്ടിഗലിലേക്കുള്ള റോഡാണെന്നും ഡിണ്ടിഗൽ വഴി പോകുന്നതാണ് ഇനി എളുപ്പം എന്നും അറിയിച്ചു. മധുരയിൽ നിന്നും ഡിണ്ടിഗൽ വഴി ട്രിച്ചിയിൽ കയറണമെങ്കിൽ 38 കിലോമീറ്റർ കൂടുതൽ ഓടിക്കേണ്ടതുണ്ടായിരുന്നു. ദൂരം കൂടിയതിൽ കുറച്ച് മനസ്സുമടുപ്പ് ഉണ്ടായെങ്കിലും ഒരു ജില്ല കൂടി കവർ ചെയ്യാമല്ലോ എന്നോർത്ത് സമാധാനിച്ചു. അങ്ങനെ മധുരയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള 453 കിലോമീറ്റർ എന്നുള്ളത് 491 എന്ന കിലോമീറ്റർ ആയി മാറി. കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും കൊടൈക്കനാലിൻ്റെ ദൂരം കാണിച്ചുകൊണ്ടുള്ള സൈൻ ബോർഡുകൾ കണ്ടു. 79 കിലോമീറ്റർ കൂടി ഓടിച്ചു കഴിഞ്ഞാൽ കൊടൈക്കനാലെത്തും. പക്ഷേ ഇന്ന് തന്നെ ചെന്നൈയിലെത്തേണ്ടതിനാൽ ഞാൻ കൊടൈക്കനാൽ അവോയ്ഡ് ചെയ്തു. കുറച്ചു ദൂരം മുന്നോട്ട് ഓടിയപ്പോൾ വഴി തെറ്റിയത് ശരിക്കും ഒരു അനുഗ്രഹമായി തോന്നി. കൊടൈക്കനാലിൻ്റെ അതേ കാലാവസ്ഥ തന്നെയായിരുന്നു. കുറേ ദൂരം ആ മഞ്ഞിൽ തന്നെ വണ്ടി ഓടിച്ച ശേഷം ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ആ മഞ്ഞ് കുറച്ച് ആസ്വദിച്ചു. ഇവിടെ നിന്നും നോക്കുമ്പോൾ കൊടൈ ഹിൽസ് ദൂരെ കാണാൻ കഴിയും. അങ്ങനെ 65 കിലോമീറ്റർ പിന്നിട്ട് 7:45 ഞാൻ ഡിണ്ടിഗൽ സിറ്റിയിലെത്തി. ഡിണ്ടിഗലെത്തിയ ഞാൻ ഡിണ്ടിഗൽ സിറ്റിയിനടുത്തുള്ള ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടോയെന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങ ഒരു മാരിയമ്മൻ കോവിലിരിക്ക് എന്ന് പറഞ്ഞു. അല്ലാതെ പക്കത്തിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും ഇല്ല എന്ന് പറഞ്ഞു. മാരിയമ്മൻ കോയിൽ എത്തിയപ്പോഴും അവിടെയും പുതുക്കി പണിയുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാരിയമ്മൻ കോവിലിലെ സെക്യൂരിറ്റിയോട് അടുത്തതെങ്കിലും നല്ല സ്ഥലങ്ങൾ വല്ലതും കാണാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നുമല്ല, കോട്ടൈക്കുളം താൻ പാക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലുള്ള 2 പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൊടൈക്കനാലും പളനിയുമാണ്. കോട്ടൈക്കുളം കാണാനുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കോട്ടൈക്കുളം കാണാൻ വേണ്ടി തിരിച്ചു. ഒരു മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡാണ് കോട്ടൈക്കുളത്തേക്കുള്ള വഴി. 1605 മധുര നായകർ രാജവംശത്തിലെ മുത്തുകൃഷ്ണ നായകരാണ് ഡിണ്ടിഗൽ കോട്ട അഥവാ ഡിണ്ടിഗൽ മലൈക്കോട്ട നിർമ്മിച്ചത്. മഴയുടെ ദേവത എന്നറിയപ്പെടുന്ന മാരിയമ്മനാണ് ഈ കോട്ടയ്ക്കുള്ളിലുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഫെബ്രുവരി മാർച്ച് മാസം അല്ലെങ്കിൽ തമിഴ് മാസമായ മാസി മാസത്തിലാണ് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം. ഇത് ഡിണ്ടിഗൽ ടൗൺ, ഹോളണ്ട് ഓഫ് തമിഴ്നാടു, സിറ്റി ഓഫ് ലോക്സ്, സിറ്റി ഓഫ് ബിരിയാണി, സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്നീ പേരുകളിലാണ് ഡിണ്ടിഗൽ അറിയപ്പെടുന്നത്. പൂക്കൾ വളരെയധികം കൃഷി ചെയ്യുന്ന, പ്രധാനമായും മധുരമുല്ല എന്നറിയപ്പെടുന്ന മുല്ലപ്പൂ കൃഷി ചെയ്യുകയും അത് കയറ്റി അയക്കുകയും ചെയ്യുന്ന സ്ഥലമായതിനാലാണ് ഹോളണ്ട് ഓഫ് തമിഴ്നാടു എന്നറിയപ്പെടുന്നത്. പൂക്കൾ കൂടാതെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കോക്കനട്ട് എന്നിവയും ഇവിടുത്തെ പ്രധാന കൃഷി വിഭവങ്ങളാണ്. ഇപ്പോൾ സമയം 8:15. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ട്രിച്ചിയിലേക്ക് പോകണം. ട്രിച്ചി ജില്ലയുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.